ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? പെരുന്നാളൊക്കെ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവൂല്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരുപാട് നല്ല സന്തോഷമുള്ള കമൻസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും അമ്മമ്മയും ഒക്കെ വൃന്ദാവനിലേക്ക് യാത്ര പോയിട്ടുള്ള കാര്യം. അപ്പോൾ പിന്നെ വീട്ടിൽ നമ്മൾ തന്നെയുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പ്രദൂന് ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ പാറൂന് എക്സാമും ഉള്ള ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ദിവസം വീട്ടിലുണ്ടാവില്ല. രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കോ ഉച്ച കഴിഞ്ഞോ വൈകിട്ടോ അങ്ങനെയൊക്കെയാണ് അധിക ദിവസം വരുന്നുണ്ടാവും. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ നിങ്ങൾ നോക്കി വെച്ചോളണം കേട്ടോ. ഇത് ഞാൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെ ടാഗ് ചെയ്യാം. അത് നല്ല ഉപയോഗമാണ്. ഇത്രയും ദിവസമൊക്കെ സാധാരണ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് അങ്ങനെ നെയ്യാണെങ്കിൽ ഓയിലാണെച്ചെങ്കിലൊക്കെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ദോശയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഈ ഒരു സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ടിട്ട് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ചിട്ട് എനിക്ക് കൊണ്ടുവിടണം രണ്ടുപേരെയും. അല്ല, പ്രദൂന് ബസ്സുണ്ട്, പാറുവിനെ എനിക്ക് കൊണ്ടുവിടണം. പ്രദൂനാണെച്ചെങ്കിൽ 9th എക്സാം എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞു. ഇപ്പം 10th സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏപ്രിലിൽ ഒരു മാസം വെക്കേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മെയ്യിൽ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഒരുവിധം എനിക്ക് തോന്നുന്നു. ഒരുവിധം നാട്ടിലിപ്പോൾ എല്ലാ സ്കൂളുകളിലും 10th കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു. സാധാരണ അമ്മ വീട്ടിലുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ രാവിലെ ഉണ്ടാക്കി വെക്കാണ് സാധാരണ പതിവ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കും. പക്ഷേ പണികളൊക്കെ വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിനെ ഇനി സ്കൂളിൽ വിടുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നേരത്തെ തന്നെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മക്കളുടെ കൂടെ. പ്രദൂന് രാവിലെ തന്നെ ബസ് വരും. അപ്പോൾ പ്രദു ദേ റെഡി ആയിട്ട് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. അമ്മ അവിടെ ഉണ്ടാവുക. പാറുവിനിപ്പം ബോർഡ് എക്സാം നടക്കുകയാണ്. 12th 25th വരെയാണ് പാറുവിൻ്റെ എക്സാം ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം സ്കൂളിൽ ഞാൻ കൊണ്ടുപോയിടും. അപ്പോൾ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിൽ പോകണം. അത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാനിതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാണ്. വാട്ട്? അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനത്തെ പാറുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു കേട്ടോ. ഇവിടെ എന്നും ഞാൻ ചെല്ലുന്ന സമയത്ത് ഇതേ ഈ ഒരു ഫോട്ടോയിൽ ഞാൻ വെറുതെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കും. കാരണം അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല എന്നുള്ളത്. സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പാറുവിൻ്റെ. കുറേ കുട്ടികളുടെ ഉണ്ട്, അതിൽ പാറുവിൻ്റെ ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം. അത് നമ്മളെ ആനുവൽ ഡേൻ്റെ വീഡിയോ ഇതുവരെ എനിക്ക് ഇടാൻ സാധിച്ചിട്ടില്ല. അതിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ ജോലികളൊന്നുമില്ല. എന്ന് വെച്ചാൽ കുക്കിംഗ് ഇല്ല. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും ഇങ്ങനെ വീട്ടിലത്തെ ഫുഡ് തന്നെയല്ലേ. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന്, അതെന്താ വെച്ചാൽ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് പാറുവിനായിട്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ അത് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് പറയാം, എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും
പോകണം. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് വരാം, ഇന്ന് ബിരിയാണി ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടാണ് ഇരുന്നത് കേട്ടോ. അത് ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുള്ളതായിരുന്നു പാറും മൃദുവൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുക്കിംഗ് ഇല്ല. അപ്പോൾ കുക്കിങ്ങിൻ്റെ ആ പണികളില്ലല്ലോ. അപ്പോൾ തന്നെ ഭയങ്കര നമുക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ ദിവസമായിട്ട് എപ്പോഴും എൻ്റെ ഞാൻ തിരുവാതിരയുടെയൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്ത് എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണ്, അതായത് ഞാനിടുന്ന മാല കണ്ടിട്ടില്ലേ, പാലയ്ക്ക. അപ്പോൾ പാലയ്ക്ക സ്വർണ്ണമാണോ എന്നുള്ളത് എപ്പോഴും അതിൽ കമൻറ്റ് വരാറുണ്ട്. അതിനൊരു സംശയം വേണ്ട, അത് സ്വർണം തന്നെയാണ് കേട്ടോ. അത് എനിക്ക് എന്താ പറയുക, കല്യാണത്തിന് അന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വർണം ഒന്നും ഞാൻ ഓരോ ഓർണമെൻറ്റ്സ് ഒന്നും കല്യാണത്തിന് ശേഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് അപ്പോഴേ കൊണ്ടേ ലോക്കറിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഖത്തറിലായിരുന്നല്ലോ, ഒന്നിൻ്റെ അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും നമുക്ക് ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവാതിരയൊക്കെ കുറേ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ടീമിൻ്റെ കൂടെയായിട്ട്. അപ്പോൾ അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏതായാലും ഇത് കയ്യിലിരിക്കുകയാണ്, നിനക്കത് ഇട്ടുകൂടെ, എപ്പോഴെങ്കിലുമൊക്കെ അത് ഇട്ടു എന്തെങ്കിലും വിചാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ഞാനതെടുത്ത് ഓക്കെ എന്നാൽ ശരി ഇത് കയ്യിൽ വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പാലയ്ക്ക കയ്യിൽ വെച്ചാണ്. അപ്പോൾ അങ്ങനെ പാലയ്ക്ക കയ്യിൽ വെച്ചു. ഇപ്പോഴുള്ള എല്ലാ പ്രോഗ്രാമിന് പോകുന്ന സമയത്തും അതിടും. കാരണം പാലയ്ക്കയ്ക്ക് ഒരു ഭയങ്കര ഭംഗി തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ. പാലയ്ക്ക ഭയങ്കര ഭംഗിയാണ്, പ്രത്യേകിച്ച് സെറ്റ് മുണ്ടിൻ്റെ കൂടെ പിന്നെ പറയാൻ വേണ്ട, അത് പെർഫെക്റ്റ് കോംബോ ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ ആ പാലയ്ക്ക സ്വർണ്ണമാണ്. പക്ഷേ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക ആ പാലയ്ക്കല്ല. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളത് നാഗവടാണ്, പാലയ്ക്കല്ല കേട്ടോ. അപ്പോൾ അത് പക്ഷേ സ്വർണ്ണമല്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ പാലയ്ക്ക് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്കാണ് സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിയത്. അപ്പോൾ എന്താ, ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും സേഫല്ല. അപ്പോൾ എന്താ, സ്വർണ്ണത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒക്കെ ലോക്കറിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പം എന്താ പറയണത്, ഞാൻ മാല ഒക്കെ ഇല്ല, ഒക്കെ അവിടെ കൊണ്ടുവച്ചു. കാരണം പേടിയാണ്, പല പല കാര്യങ്ങളാണ് ഇങ്ങനെ നാട്ടിൽ പലതും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം, ഒരു ചെറുത് പോലും കിട്ടിയാൽ അത്രയും എന്താ പറയുക വിലയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ടത് വെറുതെ എന്തിനാ നമ്മൾ മറ്റുള്ളവർക്കുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കണമെന്ന് കരുതിയിട്ട് എല്ലാം കൊണ്ട് ലോക്കറിൽ തന്നെ തിരിച്ച് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും തിരുവാതിര അങ്ങനെ പോകുന്നതല്ലേ, അപ്പോൾ ഒരു പുതുത് വാങ്ങിക്കാമെന്ന് കരുതി വാങ്ങിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. ആ ഒരു പിങ്ക് അല്ല, ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്തിനാണല്ലേ. കാരണം എന്താ അറിയോ, ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് പോവുക നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലാവും. പിന്നെ ഞാൻ എപ്പോഴും പിന്നൊക്കെ കുത്തിയിട്ടാണ് ഇട്ടിട്ട് തന്നെയാണ് പോവാറുള്ളത്. പക്ഷെ തിരക്കുള്ള സ്ഥലം ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ പേടിച്ചിട്ട് ചെയ്യണേക്കാട്ടിലും നല്ലത് അതങ്ങോട്ട് കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാനല്ലേ. എന്താ അത്രയും വിലയാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും സ്വർണം വേണ്ട, നമുക്ക് ഇത് മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുവിധം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വർണ്ണം തന്നെ തോന്നും. അതുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള പലതരത്തിലുള്ള മാലകളും കിട്ടും കേട്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ച നാഗപടം കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ എന്ത് രസമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഇതിട്ടാൽ പോരെ. അതിങ്ങനെ കണ്ട നല്ല ഭംഗിയില്ലേ, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഏതായാലും എൻ്റെ കയ്യിലുള്ളത് പാലയ്ക്കയാണ്, അത് പച്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാഗപടം രണ്ടും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ രണ്ടും ഇട്ട് നോക്കിയ പോലെ ആവുമല്ലോ അപ്പോൾ ഇത്. അപ്പോൾ ഇപ്രാവശ്യം നാഗപടം ആക്കി. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കളറ് കണ്ടോ, ഇതാ വരണത് റെഡാണ്, റെഡ് നാഗപടം. ഇത് നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഉടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ തൊട്ട് മാത്രം ഉള്ള ഇത് സ്വർണ്ണമല്ല, അതിൻ്റെ മുമ്പുണ്ടായിരുന്നതൊക്കെ സ്വർണ്ണമാണ്. പക്ഷേ സ്വർണം നമുക്കിപ്പം ഇട്ടിട്ട് പോകാൻ പേടിയായിട്ടുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒഴിവാക്കി വെച്ചിട്ട് അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഇത് വാങ്ങിച്ചതാണ് കേട്ടോ.
ഓക്കെ. പിന്നെ ഇത് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. കിട്ടുമോ നോക്കട്ടെ, ലിങ്ക് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കടകളിലൊക്കെ കിട്ടും. ഗുരുവായൂരൊക്കെ പോണ സമയത്ത് ഉറപ്പായിട്ടും കിട്ടും. അവിടെ നിന്ന് നോക്കിയാൽ കിട്ടും. കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ മാലകൾ നല്ല ഇഷ്ടമാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം. ഇത് ഞാൻ എന്താ പറയുക, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ, ഞാൻ കമൻ്റ് അത് ചോദിച്ചവരുടെ അടുത്ത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കുറേ വീഡിയോൻ്റെ താഴെ ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തായാലും ഇതാണ് കാര്യം. നമ്മളുടെ പച്ച പാലയ്ക്ക സ്വർണ്ണമാണ്. ഇത് സ്വർണ്ണമല്ല. ഇതിൻ്റെ കൂടെ തന്നെ കമ്മലുണ്ട് കേട്ടോ. സെയിം ഇതുപോലെ വരുന്ന കമ്മലുണ്ട്. അത് പക്ഷേ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കമ്മലാണ്. ഇങ്ങനെ വരില്ലേ, ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഇതാണ് ഭയങ്കര ഇങ്ങനെ തിരക്കണം. ഞാൻ പക്ഷേ ഇങ്ങനത്തെ കമ്മലുകൾ ഉപയോഗിക്കാറില്ല. ഞാൻ അധികം കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, വലുത് അതുപോലെ ജിംക്കിയൊക്കെ ഇടാനാണ് എനിക്കിഷ്ടം. തിരുവാതിരയ്ക്കൊക്കെ ഉറപ്പായിട്ടും അതെ, ഇങ്ങനത്തത് ഇടാറില്ല. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച്, കമ്മലുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാലയുണ്ട്. ഇപ്പോൾ എവിടെ, അപ്പോൾ ഇത് എടുത്തപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതും കൂടെ പറയാമെന്നുള്ളത്. ഇതാണ് കേട്ടോ ഈ ഒരു മാല. ഞാൻ കുറേ വീഡിയോസിലിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ അടുത്തത് കമൻറ്റ് കാണാം, ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് വെച്ചിട്ട്. ഈ ഒരു മാലയാണ്. ഇത് നല്ല ഭംഗിയാണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വീഡിയോസിൽ ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വരണേ നല്ല രസമല്ലേ. എനിക്കിത് നല്ല ഇഷ്ടമുള്ളൊരു മാലയാണ്. വേണ്ട, ഒരു പേള് പോലെ അങ്ങനെ വന്നിട്ട് അതിങ്ങനെ ചോക്കറായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ മാലയാണ്. നല്ല മാലയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ മാലയുടെ കമ്മലും ഭയങ്കര രസമാണ് കേട്ടോ. ഇതുണ്ടോ, ശരി. അതിൻ്റെ ഒരു ഭാഗം എൻ്റെ അടുത്തുനിന്ന് ഈ കല്ലുകൾ ഇങ്ങനെ മുത്തുകൾ പോകണമെന്നിട്ട് നോക്കണം. ഇതുണ്ടോ, ഒരു ഭാഗത്ത് അങ്ങനെ പോയി, അതാണ് പ്രശ്നം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കൊള്ളാട്ടോ. ഇങ്ങനത്തെയൊക്കെ കമ്മൽ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇഷ്ടമാണ്. അത് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് ആ മാല. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്, കുറേ പ്രാവശ്യം. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇതെന്താ വെച്ചാൽ നമുക്ക് കുറേ ഡ്രസ്സുകളുടെ കൂടെ, ഞാനത് സാരിയുടെ കൂടെയാണ് ഇട്ട് പോകുന്നുണ്ട്. സാരിയുടെ കൂടെ ഇടാം. പിന്നെ വേറെയുള്ള പട്ടുപാവാടയുടെ കൂടെ കുട്ടികൾക്ക് ഇടാം. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ പറ്റും. അങ്ങനൊരു മാലയാണിത്. അപ്പോൾ ഇതാണത്. ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടെ അവിടെ കൊടുക്കാം കേട്ടോ. വെറുതെ നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു എന്ന് മാത്രം. പിന്നെ ഒരുപാട് മാലകൾ ഞാനിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് അത് ഉപയോഗിക്കുകയേ ചെയ്യാണ്ട് അങ്ങനെ വെച്ചിട്ടുള്ള എത്ര മാലകളറിയോ. കാണുമ്പോൾ വാങ്ങിക്കും. എന്തിനാണ് പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഇതിങ്ങനെ ഒരു ബോക്സിലൊക്കെ ഇട്ടത് അങ്ങനെയൊക്കെയാണ് ഇട്ട് വരിക. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇപ്പോൾ ഏതായാലും എടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ കൂടെ ഇരുന്നിരുന്നാണ് ഞാൻ അതുകൂടെ കാണിച്ചു തരാം. എന്തോ ഒരു പ്രാന്തന് വാങ്ങിച്ചതാണ്. ഇതണ്ട, കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മാലയാണേ. ഉണ്ടാ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ രസമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഇങ്ങനെ വർക്കായിട്ടുള്ള ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അമ്മമ്മയാണ് എൻ്റെ അടുത്ത് പറയുക. ഞാൻ എന്നോ ഒരു ദിവസം ഇതൊന്ന് ഞാനിട്ടു. അത് കണ്ടപ്പോൾ അമ്മമ്മ പറഞ്ഞു, അയ്യോ ഇത്ര ഭംഗിയുള്ള മാലയൊക്കെ ഉണ്ടോ എൻ്റെ കയ്യിൽ, എന്നിട്ടാണ് ഇതൊന്നും ഇടാതിരിക്കണത് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ എന്തിനാണ് വാങ്ങിച്ച് വെച്ചിരിക്കണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിൻ്റെ കമ്മൽ കുറച്ചുകൂടെയൊക്കെ വലിയ കമ്മലാണ്.
ഇങ്ങനെ കണ്ട കാണാനൊക്കെ കൊള്ളാം. പിന്നെ അതെ ഇതും ഉണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ വയ്ക്കാൻ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡാൻസിനൊക്കെയാണ് കേട്ടോ, കുറച്ചും കൂടെയൊക്കെ കുട്ടികൾക്ക് ഡാൻസിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിക്കുക. എപ്പോഴും അവർക്ക് ഇങ്ങനെ സ്കൂളിൽ പ്രോഗ്രാമുകളും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുള്ളൂ. അല്ലാണ്ട് അത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഡെയിലി ലൈഫിലും നോർമൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇത് ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ വേറൊരു മാല കാണിച്ചെടുത്തേ. ഇതുണ്ടോ, ഇതിപ്പോൾ ഈ ഒരു ബോക്സ് തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പണ്ടത്തെ ഒന്നല്ല, ഇതൊക്കെ കുറച്ചൊക്കെ പുതു തന്നെ, ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇതുണ്ടോ, ഇത് നല്ല നല്ല രസമുണ്ട് കാണാൻ. ഒരു ഗ്രീന്, മറ്റേത് റെഡ്. ഇത് കണ്ടോ, കൊള്ളാം അല്ലേ? ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ഇത് ഞാൻ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആൾ വേറൊരാളാണ്. അതാരാന്നറിയോ? രുക്മിണി. നമ്മൾക്ക് സപ്താഹത്തിന് സ്വയംവരം ലാസ്റ്റ് നമുക്ക് രുക്മിണി സ്വയംവരം ഉണ്ടാവില്ലേ, ആ സമയത്ത് നോക്കുമ്പോൾ രുക്മിണിക്ക് പുതിയ സാരി, മാല അങ്ങനെയൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ രുക്മിണി ഇട്ടത് എൻ്റെ ഈ മാലയായിരുന്നു. കണ്ടോ, എപ്പോഴെങ്കിലും ഉപയോഗിക്കുമോ എന്തോ എനിക്കറിഞ്ഞൂടാ. ഇതണ്ട നല്ല നല്ല ഇതൊക്കെ ശരി. ഇങ്ങനത്തെ കമ്മലൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ഈ കമ്മൽ മാത്രം എടുത്ത് ഇടുകയൊക്കെ ചെയ്യും ഞാൻ ഇതിനെ പറ്റി. പക്ഷേ ഇതിങ്ങനെ ഒന്നിച്ച് സെറ്റായിട്ട് അവിടെ വെച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഇതങ്ങനെ സെറ്റായിട്ട് ആ ബോക്സിൽ തന്നെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ ആ ബോക്സ് മറ്റേ മാല കാണിക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കഥ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ച് ഇങ്ങനെ എത്ര 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 മാലകൾ, അതേപോലെ വളകൾ എല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരും. എന്തായാലും മക്കൾക്കും ഉപയോഗിക്കാമല്ലോ. എന്നുവെച്ചാൽ അവർ അങ്ങനെ വെറുതെ ഉപയോഗിക്കുന്ന കാര്യമല്ല, ഞാൻ പറയില്ല, എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എടുക്കാമല്ലോ അല്ലേ. ഇപ്പോൾ ഈ എന്താ പറയുക, സ്വർണ്ണത്തിനൊക്കെ വില കൂടിയ സമയത്ത് ഭയങ്കര ഇതാണെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ തന്നെ എല്ലാവരും ഇപ്പം എങ്ങനെയാണ് മാല മാറ്റി കൈമേൽ വള ഉള്ളത് കാരണം ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളല്ലേ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം മുത്തുമാലകളും അല്ലെങ്കിൽ അങ്ങനത്തെ സ്വർണ്ണത്തിൻ്റെ കളറുള്ള മാല ഇടാനും പറ്റില്ല. അതാണ് കാരണം. അത് സ്വർണ്ണമാണെന്ന് വിചാരിച്ചാലും ഉപദ്രവം എന്തായാലും നമ്മൾ അനുഭവിക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഇപ്പം മുത്തുമാലകളും എല്ലാവരും അങ്ങനെയൊക്കെയുള്ള മാലകളൊക്കെയാണ്. അപ്പോൾ ഞാനും അതെൻ്റെ മറ്റേ താലി ചെയിൻ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ എല്ലാം അവിടെ കൊണ്ടുവച്ചു. ഇനി എപ്പോഴാണോ ഇനി വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ നമുക്കൊരു മോഹം തോന്നുമല്ലോ വീണ്ടും ഇടണം എന്നുള്ളത്. അങ്ങനത്തെ സമയത്ത് ഇനി വീണ്ടും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഈ ഒരു മാല ഞാൻ എന്താ പറയുക, ഇത് എപ്പോഴും എൻ്റെ കഴുത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് എന്താ പറയുക 18 ക്യാരറ്റില്ലേ, 18 ക്യാരറ്റിൻ്റെ അങ്ങനത്തെയാണ്. ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു ഇതൊക്കെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണുന്നുണ്ടോ? ഇതിൽ കണ്ടോ 2 ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഒന്ന് എൻ്റെ താലിയാണ്, മറ്റത് കണ്ടോ അതൊരു ഡയമണ്ടാണ്. ഇത് ഒരു വാലൻറ്റൈൻസ് ഡേ എൻ്റെ വീഡിയോയിൽ മുമ്പ് എപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു വാലൻറ്റൈൻസ് ഡേക്ക് എനിക്ക് സൈത്തേട്ട മേടിച്ചെന്താ കേട്ടോ, ഒരു ഹാർട്ട് ഇങ്ങനെ ഒരു ഷേപ്പായിട്ടുള്ള ഒരു ചെരിഞ്ഞ ഹാർട്ട് അങ്ങനെ ഷേപ്പായിട്ടുള്ള ഒരു ഡയമണ്ടിൻ്റെ ഒരു പെൻഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു മാലയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 18 ക്യാരറ്റിൻ്റെ മാല. എന്താ വെച്ചാൽ അതിന് നല്ല ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇടാം താലി എന്ന് എഴുതിയിട്ട് ഇപ്പോൾ താലി അതിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇനി എപ്പോഴാണോ നമുക്ക് വേറൊരു ചിന്ത വരണത് അതുവരെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് കുറേ സമയം അങ്ങോട്ട് പോകും. ഒരു മാല കാണിക്കാനാണെന്ന് വെച്ചാൽ ഞാനതിങ്ങനെ പറഞ്ഞ് അങ്ങനെ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് എണ്ണം ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഓരോ ബോക്സിലായിട്ട് അവിടെ അതൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ അത് കുറേ സമയമായി. ഓക്കെ.
പോയിട്ട് പ്രദുവിനാണെച്ചെങ്കിൽ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ പ്രദു ക്ലാസ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇനി പാറുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയും വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹോസ്പിറ്റലും പോകേണ്ട കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പാറുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ദേ പാറും എക്സാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. നമ്മൾ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ദേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നേരെ ബിരിയാണി വാങ്ങിക്കാൻ പോയി. ബിരിയാണിയുടെ കാണിക്കേ പോട്ടെ. എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായിരുന്നു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി വെച്ചാൽ കണ്ണിന് ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിരുന്നു ഒരു കണ്ണിന് കേട്ടോ പാറുവിൻ്റെ. കാരണം ഇപ്പോൾ എക്സാം ആവുന്ന സമയത്ത് ഒരുപാട് നേരം നമ്മളിങ്ങനെ ബുക്സ് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഫോണാണെച്ചെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു കണ്ണിന് ഒരു അലർജി പോലെ ഒരു പിങ്ക് കളർ അതുപോലെ തന്നെ ചൊറിച്ചിലും വെള്ളം വരുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ പോയത്. അത് പക്ഷേ മരുന്ന് ഒഴിച്ചപ്പോൾ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ ശരിയായി കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം പാറുവിന് എക്സാം 1:30 വരെ തന്നെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടെ നോക്കി ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ കണ്ട് സ്കൂളിൽ പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലും പോയി. അപ്പം അത്യാവശ്യം 3-3:30 ഒക്കെ നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ ഇങ്ങനെ വിശന്നിരിക്കുകയായിരുന്നു. നല്ല പോലെ ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് ബിരിയാണി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ദേ നമ്മൾ 3 പേരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചു. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടലുകളിലൊന്നും ഉച്ച സമയത്ത് കിട്ടില്ലല്ലോ ഫുഡ്, എല്ലാം രാത്രി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ഹോട്ടലുകളിൽ മാത്രമാണ് പകൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി വെച്ചിട്ടുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ 3 പേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച്. ശരിക്കും ഇപ്പോൾ എന്തൊരു ചൂടല്ലേ. ശരിക്കും ഈ വേനൽക്കാലത്ത് കഴിക്കാൻ ഏറ്റവും സുഖമുള്ള ഒരു സംഭവമാണ് ഈ വാട്ടർ മെലൺ. അപ്പോൾ അതിങ്ങനെ വൈകിട്ട് ഇത് ഡെയിലി ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു ശീലം. അപ്പോൾ അതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സുഖമായിട്ടിരുന്ന് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. നല്ല ഇഷ്ടമാണ് പാറുവിനാണെങ്കിലും പ്രദുവിനാണെങ്കിലും നല്ല ഇഷ്ടമാണ് വാട്ടർ മെലൺ. അപ്പോൾ അത് ഇങ്ങനെ കഴിക്കുമായിരുന്നു. നല്ല ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഭയങ്കര ഫ്രഷ് ഫീലിംഗ്. ഭയങ്കര തണുത്തിട്ടില്ലേ, നല്ല രസം. നല്ല രസം. വിഷമൊന്ന് കണ്ണ് എൻ്റെ കണ്ണ് കണ്ടാൽ തോന്നുന്നത് മുഖാകെ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ. ഒറ്റ കാര്യല്ലേ, ഒരേ ഒരു കാര്യം കൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഞാൻ സ്ഥിരം കണ്ണെഴുതണോണ്ടാണ്. അതന്നെ പറഞ്ഞത്. അതന്നെ ഞാൻ പറഞ്ഞ ഒരേ ഒരൊറ്റ കാര്യം മുഖത്ത് ചെയ്താണ്ടിരിക്കുമ്പഴേ ആകെ ചെയ്യണ കാര്യം അതല്ലേ. അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും. അതാണ് കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നത്. ഒക്കെ ഓക്കെ ആയി അല്ലേ അല്ലേ. ആ കിളി പോയി. ഹലോ പോയ കിളി. ആ വന്നു ഒരു സെക്കൻഡ്. പ്രദുവിൻ്റെ കമ്മൽ കണ്ടപ്പോൾ എനിക്ക് കാണിക്കാതിരിക്കാൻ തോന്നിയില്ല, അത്ര ഭംഗിയുണ്ട്. സുന്ദരി കമ്മൽ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ. പറങ്കി മാങ്ങയൊക്കെ നല്ലപോലെ പഴുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ എണ്ണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലാണ്ട് നമ്മൾ മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും വീഡിയോ കാണാതെ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.